കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 17-ാം അധ്യായം അതിൻ്റെ 15-ാമത് വാക്യം. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ്. ഈ വാക്യം അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ശ്രദ്ധിക്കണേ, ഇന്ന് നമ്മുടെ ലോകത്ത് കണ്ടുവരുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ വായിപ്പാൻ തക്കവണ്ണം ഇവിടെയായത്. ദുഷ്ടനെ നീതീകരിക്കുന്നവരുമുണ്ട്, നീതിമാനെ കുറ്റം വിധിക്കുന്നവരുമുണ്ട്. പലപ്പോഴും പലരും വിശുദ്ധന്മാരായിട്ട് അല്ലെങ്കിൽ വിശുദ്ധം ചമഞ്ഞ് നടക്കുന്ന പലരും ദുഷ്ടന്മാരാണ്. പക്ഷേ അവർക്കേ സ്ഥാനമുള്ളൂ, ഇല്ലെങ്കിൽ അവർക്കേ മാന്യതയുള്ളൂ, ഇല്ലെങ്കിൽ അവർക്കേ കാലമുള്ളൂ എന്ന് തെളിയിക്കത്തക്ക രീതിയിൽ നമ്മുടെ ആത്മീക മേഖലകളും അപ്പോൾ തന്നെ ഭൗതിക മേഖലകളും അതമ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നീതിമാൻ പന പോലെ തഴയ്ക്കും എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ സാധാരണഗതി ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം നീതിമാനല്ല തഴയ്ക്കുന്നത്, പിന്നെ ആരാ, ദുഷ്ടന്മാരാ എന്നൊരു തലത്തിലേക്ക് ഈ കാലം വന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതല്ലേ. ഇപ്പോൾ ആസാഫ് സങ്കീർത്തനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയുടെ രക്തത്തിൽ കഴുകിയത് വ്യർത്ഥമായി പോയി എന്ന് പറയുന്ന ആസാഫിനെ നമുക്ക് കാണുവാൻ കഴിയും. കാര്യം ദുഷ്ടന്മാരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. അവർക്ക് രോഗമില്ല, അവർക്ക് പ്രയാസമില്ല, അവർക്ക് കഷ്ടതയില്ല, അവർക്ക് ഞെരുക്കമില്ല. എന്നാൽ സ്തോത്രം, വിശുദ്ധിയോടെ ജീവിപ്പാൻ താല്പര്യപ്പെടുന്ന എനിക്ക് കഷ്ടത, ഞെരുക്കം, ഒറ്റപ്പെടൽ, ഏകാന്തത, കുറ്റപ്പെടുത്തലുകൾ, പഴി, നിന്ന, ദുഷി, ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് സ്തോത്രം ആസാഫ് ഒരിക്കൽ പറഞ്ഞതായിട്ട് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അല്ലേ. എന്നാൽ ആസാഫ് തന്നെ ശോധന ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ആസാഫ് തയ്യാറായപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ദുഷ്ടന്മാരെയെല്ലാം ദൈവം നിർത്തിയിരിക്കുന്നത് വഴുവഴുപ്പിലാണ്. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഒരുപക്ഷെ നമ്മൾ കാണത്തക്ക രീതിയിൽ ദുഷ്ടൻ വളർന്നു പോയാലും അവർ നിർത്തിയിരിക്കുന്ന വഴുവഴുപ്പിലാണ്. അങ്ങനെയുള്ളവർക്ക് സ്ഥിരതയില്ല ജീവിതത്തിനകത്ത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാലത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ദുഷ്ടന്മാരെ നീതീകരിക്കുന്ന ഒരു തലത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട്. സ്തോത്രം. നമുക്കറിയാം, നീതിമാനായ നാബോത്തിനെ കൊല്ലുവാൻ വേണ്ടി പ്രാർത്ഥന ഉപവാസം ക്രമീകരിച്ച് സ്തോത്രം പ്രധാന സ്ഥാനം സ്തോത്രം നാബോത്തിന് കൊടുത്ത് അവനെതിരെ കള്ളസാക്ഷികളെ നിർത്തി കുറ്റാരോപിതമായ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്ന് ന്യായപ്രമാണ പ്രകാരം ഇവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള ഒരു വിധിയിലേക്ക് തന്ത്രം വരഞ്ഞ ഒരു ഇസബേലിനെ ആഹാബിനെ നമുക്ക് കാണാൻ കഴിയും. തൽക്കാലം നാബോത്തിനെ കൊല്ലാൻ അവർക്ക് കഴിഞ്ഞെങ്കിലും സ്തോത്രം, പക്ഷേ ദൈവം ആ വിഷയത്തിൽ കണക്ക് ചോദിക്കാതിരുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ആ മുന്തിരിത്തോട്ടത്തെ അവകാശമാക്കുവാൻ, അതിനകത്ത് കാലുവയ്ക്കുവാനോ ആഹാബിനെയോ അവൻ്റെ ഭാര്യയെയോ അവൻ്റെ തലമുറകളെയോ ദൈവം അനുവദിച്ചില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മൾ ദുഷ്ടന്മാരെ തിരിച്ചറിയണം. അപ്പോൾ തന്നെ നീതിമാന്മാരെ നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. നീതിമാനൊരു പ്രതിഫലമുണ്ട്. നീതിമാന്മാരായ ദൈവമക്കളെ, കർത്തൃവേലക്കാരൻ ഞാൻ നിങ്ങളോട് പറയാം, ഇന്നൊരു പക്ഷേ കുറ്റപ്പെടുത്തലുകളോ നിന്നയോ ദുഷിയോ പഴിയോ കേൾക്കേണ്ടി വന്നാൽ ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ നീതി നമുക്കായിട്ട് വെളിപ്പെട്ടു വരും. പക്ഷേ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ദുഷ്ടനെ നീതീകരിക്കുന്നവരാകരുത്, സ്തോത്രം, നീതിമാനെ പകയ്ക്കുന്നവരുമാകരുത്. അങ്ങനെ വന്നാൽ ദൈവത്തിൻ്റെ പ്രതിഫലത്തെ നമുക്ക് പ്രാപിപ്പാൻ കഴിയും. ദുഷ്ടനെ നീതീകരിച്ചാൽ, അല്ല സ്തോത്രം, നീതിമാനെ കുറ്റം വിധിച്ചാൽ നീ യഹോവയ്ക്ക് വെറുപ്പെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് വെറുപ്പുളവാക്കുന്ന പ്രവൃത്തികൾ ചെയ്യാതെ വിശുദ്ധിയോടെ ജീവിപ്പാൻ, ദുഷ്ടനെ തിരിച്ചറിഞ്ഞ് നീതിമാനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടി മറച്ചാട്ട് അനുഗ്രഹത്തിനായി, നന്മകൾക്കായി, വിടുതലുകൾക്കായി സ്തോത്രം. എല്ലാ മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.